ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോയാ. സ്കൂളിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി വന്ന് ഞാൻ വൈകിട്ടാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ചീവീടൊക്കെ കരയുന്ന ഒച്ചയൊക്കെ കേൾക്കാം. രാവിലെ കപ്പളങ്ങായും പിന്നെ മത്തങ്ങായും കൂടെ എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളെല്ലാം മുറിച്ച് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയുള്ളി, വറ്റൽമുളക്, വെളുത്തുള്ളി, തേങ്ങ, കറിവേപ്പില എല്ലാം ഒന്ന് വറുത്ത് എടുക്കണം. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയുടെ കൂടെ വേറെ കറികളൊന്നും ആക്കിയിട്ടില്ല. ഈ ഒരു എരിശ്ശേരി കൂട്ടി തന്നെ കേട്ടോ കഴിച്ചേ. തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മത്തങ്ങായും കപ്പളങ്ങായും കൂടെ വേവിച്ച് വെച്ചേക്കുന്നത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുവാണ്. ഒരിച്ചിരി ഗ്രേവി ടൈപ്പിലാണ് ഉണ്ടാക്കിയെടുത്തത്. ദോശയ്ക്ക് കഴിക്കാനും കൂടി ഉള്ളതായതുകൊണ്ട് ഒത്തിരി വറ്റിച്ച് കുറുക്കിയെടുത്തില്ല. ഇന്നിപ്പോൾ ദോശ തട്ടുദോശ പോലെ ആക്കി എടുത്തേക്കുന്നത്. മിക്കവാറും കനം കുറച്ച് പരത്തിയെടുക്കുക ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ആക്കി. എപ്പോഴും ഒരുപോലെ ആയാലും ശരിയാവത്തില്ലല്ലോ. ഒരു കടച്ചക്ക ഇരിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പം അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വെക്കണം. കടച്ചക്ക തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, പിന്നെ തക്കാളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. മുളക് പൊടി കളറിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് എരിവിന് വേണ്ടത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ 2-ാം പാൽ പിഴിഞ്ഞെടുക്കാനുണ്ട്. 1-ാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ കടച്ചക്ക ഫ്രിഡ്ജിൽ ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ 2 ആഴ്ച വരെ ഇരിക്കും. നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്ന ആ കൊട്ടയിൽ വെച്ചാൽ മതി. ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കുവാണെങ്കിൽ 2 ആഴ്ച വരെ ഇരിക്കും കേട്ടോ. ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. ഇത് വാടിയൊന്നും പോയിട്ടൊന്നുമില്ല. ഈ ഒരു കടച്ചക്കയുടെ പകുതി മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. പകുതി മതി കറിക്ക്. ബാക്കി വേറൊരു ദിവസം വറുത്തരച്ച ഒക്കെ കറി വെക്കാമല്ലോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് വേണമെങ്കിൽ കടുക് ഇടാൻ. ഞാനിപ്പോൾ കടുക് ഇടുന്നില്ല. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇടുവാണ്. പോരെ കുറച്ച് എടുക്കുക. കുറച്ച് ഉപ്പും കൂടി സവാളയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടച്ചക്കയുടെ പുറത്തെ ആ ഒരു തോടിന് ഇച്ചിരി കളർ വ്യത്യാസം വന്നേ ഉള്ളൂ. അല്ലാതെ ഉള്ളിലൊന്നും ഒരു കുഴപ്പമില്ല. കണ്ടോ, കളറൊന്നും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. നല്ലതായിട്ട് തന്നെ ഇരിക്കും. കടച്ചക്ക മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ സൂക്ഷിച്ച് വെക്കാനൊന്നും കൊള്ളത്തില്ല. പെട്ടെന്ന് അത് കേടുവരുവേ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കറി വെച്ച് തീർക്കണം. സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, മഞ്ഞൾ പൊടി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പൊടികൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി അടച്ച് വെക്കാം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞൊക്കെ വരുന്നിടം വരെ. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കായും ഒക്കെ ഇതുപോലെ കറി വെക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ ഒരു കടച്ചക്കയും കറി വെക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതെല്ലാം വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കടച്ചക്ക ചേർക്കണം. കടച്ചക്ക ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി കടച്ചക്കയും കൂടെ ചേർത്ത് 2-ാം പാലും ഒഴിച്ച് വേവിക്കണം. പിള്ളേർ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കടച്ചക്ക തലേദിവസം രാത്രി തന്നെ അരിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് കേടൊന്നും വരത്തില്ല. നമുക്ക് എളുപ്പം കറി വെക്കുകയും ചെയ്യാമല്ലോ. വെള്ളം ഒഴിച്ച് വേവിക്കുന്നതിനേക്കാളും ടേസ്റ്റായി തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിക്കുന്നത്. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ വേവിച്ചെടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് 1-ാം പാലും കൂടെ ഒഴിച്ചാൽ കറി റെഡിയായി. തിളയ്ക്കൊന്നും വേണ്ട. ഒന്ന് ചൂടായാൽ തീ അങ്ങ് ഓഫാക്കാവേ. അകത്ത് അക്കു അടിച്ചു വാരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കുക. അക്കുവിന് എന്ന് മുതലാണ് സ്കൂളിൽ പോയി തുടങ്ങണ്ടേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അക്കുവിന് 6-ാം തീയതി തിങ്കളാഴ്ച മുതൽ അവൾ സ്കൂളിൽ പോയി തുടങ്ങും കേട്ടോ. ഇന്നിപ്പോൾ തറയൊന്നും തുടയ്ക്കുന്നില്ല. തലേദിവസം വൈകുന്നേരം ആയപ്പോഴാണ് തറ തുടച്ചിട്ടത്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് അഴുക്കമൊന്നുമില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ തുടയ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി പണികളൊക്കെ വേഗം വേഗം അങ്ങ് തീർത്ത് കേട്ടോ. എന്നിട്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വൈകിട്ട് 2 ഉണക്കമീൻ എടുത്തിട്ട് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് കറി വെക്കുക. എനിക്ക് മീനില്ലാതെ ചോറുണ്ടിട്ട് എന്തോ പോലെ. എനിക്ക് കുറച്ച് മീൻ വേണം ചോറുണ്ടെങ്കിൽ. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത്തിരി മീൻ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മീനില്ലാതെ ചോറുണ്ടിട്ട് ഉണ്ടതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി മീൻ കറി വെക്കാമെന്ന് ഓർത്ത് 2 ഉണക്കമീൻ അങ്ങനെ കറി വെക്കുക. കുളിക്കാൻ വെള്ളം ചൂടാക്കിയായിരുന്നു ഇപ്പോൾ അടുപ്പിൽ. അതുകൊണ്ട് നല്ല തീയും കനലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അടുപ്പിൽ തന്നെ വെച്ച് മീൻ കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ അവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.